മോഹൻലാലിന്റെ കരിയറിലെ റീ റിലീസുകളിൽ തരംഗമായിട്ട് മാറാതെ ലൂസിഫർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2019 പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. അടുത്ത വ്യാഴാഴ്ചയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസിന് ഒരാഴ്ച മുമ്പേ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലൊരു വിജയം ചിത്രത്തിന് ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബുക്ക് മൈ ഷോ ആപ്പിൽ പോലും ചിത്രത്തിന് ട്രെൻഡിങ് ആകാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 20 മുതൽ 25 ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണെന്നാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഇപ്പോഴും പകുതിക്ക് മുകളിൽ തിയേറ്ററുകളിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ഗ്രാൻഡ് റിലീസായിട്ട് തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും മോഹൻലാലിന്റെ ആ ഒരു സ്റ്റാൻഡും അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പ്രഷർ ഈ സിനിമയെ കാണാൻ ചൂസ് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2019 റിലീസ് ചെയ്ത ചിത്രമായതുകൊണ്ട് തന്നെ പ്രഷർ തിയേറ്ററിൽ നിന്നും അതോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും TVയിൽ നിന്നും ഇതിനോടെ തന്നെ നിരവധി തവണ ഈ സിനിമ കണ്ടതുകൊണ്ടാണ് തിയേറ്ററിലോട്ട് വീണ്ടും ആളുകൾ എത്താത്തതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടെ തന്നെ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം നിങ്ങൾ എത്ര പേരാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.